Hello. Welcome to Market Discussion of the Day. Today, November 21st, 2024. സൺഡേ ആണ്. അപ്പം അടുത്ത ആഴ്ച നമ്മൾ എങ്ങനെ മാർക്കറ്റിനെ സമീപിക്കണം, അടുത്ത ആഴ്ച വരാൻ പോകുന്ന ന്യൂസുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയായിരിക്കും നമ്മൾ ഇന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഓക്കെ, സോ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ക്ലാസ് നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി 7:30 മണിക്കും ഇന്ത്യൻ ടൈം 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതേവരെ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം. ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ള ട്രേഡിംഗ് എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാർക്ക് വരെ ഭയങ്കരമായ ഉപകാരപ്പെടുന്ന ഒരു ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സാണ് നമ്മൾ തരാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ ഇനിയും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ, എൻ്റെ വാട്സപ്പ് നമ്പരും എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലും എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ, ക്ലാസ്സിനുള്ള കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു മാർക്കറ്റ് ഡിസ്കഷനിൽ വരുന്നത്. കാരണം നാളെ ഒരു ജമ്പ് സ്റ്റാർട്ടിന് വളരെയധികം ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ജമ്പ് അപ്പ് ആകാം, ജമ്പ് ഡൗൺ ആവാം. അത് പലതിനും പല രീതിയിലായിരിക്കും അഫക്റ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടിട്ട് അത് കണ്ട് നമ്മൾ പാനിക് ആവാതെ നമ്മൾ മാർക്കറ്റിന്, അല്ലെങ്കിൽ ആ ഒരു ജമ്പിനനുസരിച്ച് അതായിരിക്കും ഡയറക്ഷൻ എന്ന് എന്താ പറയുക വിചാരിച്ചിട്ട് മാർക്കറ്റിലോട്ട് കയറാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, ഇപ്പം ഞാൻ പറഞ്ഞു, അതായത് കഴിഞ്ഞൊരു 3 മാസം US ഇലക്ഷന് മുന്നേ ഉള്ളൊരു ഓൾമോസ്റ്റ് ഒരു 3 മാസം എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് ബേസ്ഡ് മാർക്കറ്റ് ആയിരുന്നു. ഓക്കെ, റേഞ്ച് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു $60 to $80 അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. വളരെ നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ശാന്തമായിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു, അല്ലേ? പക്ഷേ ഇനിയുള്ള മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷണൽ മൂവ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടു ഗോൾഡിനകത്തുള്ള ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലേ? ഓൾമോസ്റ്റ് 2582 നിന്ന് നവംബർ 15 2582 നിന്ന് ഇത് ജംപ് സ്റ്റാർട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയുക, അത് ഓൾമോസ്റ്റ് പോയിട്ടുള്ളത് 2567 നിന്നിട്ട് പോയിട്ടുള്ളത് 2714. ഓക്കെ, അതും കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും വലിയ ഹയസ്റ്റ് പോയിന്റിലാണ് പോയി നിന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര വല്ലാത്തൊരു മൂവ്മെൻ്റ് ആയിപ്പോയി, അല്ലേ? ഓൾമോസ്റ്റ് 1500 1600 പിപ്പിൻ്റെ മൂവ്മെൻറ്റ്, വൺ ഡയറക്ഷണൽ മൂവ്മെൻറ്റ് കിട്ടി എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ച കാണാൻ പറ്റിയത്. അപ്പം ചിലപ്പോൾ ഈ ആഴ്ച ചിലപ്പം ഇതേപോലെ തന്നെ മാർക്കറ്റ് പോവാം, അല്ലെങ്കിൽ താഴോട്ട് പോവാം, ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാം. പക്ഷേ ഡയറക്ഷണൽ മൂവ്മെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, പക്ഷേ നാളെ ജംപ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള മൊസാഡിന് എന്താ പറയുക, അവർക്ക് ന്യൂസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ജൂയിഷ് പൗരനെ കാണാതായി. ഓക്കെ, കാണാതായെന്ന് മാത്രമല്ല, പുള്ളിക്കാരൻ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പം കിട്ടിയിട്ടുള്ള നമ്മളുടെ റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെ ഇസ്രയേൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല. ഓക്കെ, അതാണ് എന്താ പറയുക വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല, മറുവശത്ത് റഷ്യ ഉക്രൈൻ വാറിൻ്റെ സംഘർഷം, അതൊരു റഷ്യ US സംഘർഷമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അടുത്തൊരു പോയിൻ്റാണ്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഇസ്രയേൽ ഇറാൻ വാറും എന്താ പറയുക ആ സംഘർഷവും നമ്മളൊന്ന് മനസ്സിൽ വെച്ചേക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് ഫസ്റ്റിലെ പറഞ്ഞ കാര്യം പിന്നെ എന്താ പറയുക, നമ്മളെ മാർക്കറ്റിൽ അതൊരു ജമ്പ് അപ്പോ ജമ്പ് ഡൗണോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ട്. അത് കണ്ടിട്ട് ഒരു കാരണവശാലും ഇതായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് എടുത്ത് ചാടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഇന്ന് മാർക്കറ്റിൽ ഇപ്പം ഈ ഒരു മാർക്കറ്റ് ഡിസ്കഷൻ വെക്കാനായിട്ടുള്ള റീസണും അത് തന്നെയാണ്. ഓക്കെ, സോ അത് കണ്ട് നമ്മൾ പാനിക്കായി വെറുതെ നമ്മൾ ബൈ ചെയ്ത് എന്തിനാ വെറുതെ, നമുക്ക് ഉറപ്പായിട്ടും വളരെ നല്ല ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു 3 മാസം ഇതേപോലത്തുള്ള മൂവ്മെൻ്റ് ആണ്. നമുക്ക് ഇതിലും നല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. അതായത് അടുത്ത കുറച്ച്, ഇപ്പം നിങ്ങൾ മനസ്സിലായി, കഴിഞ്ഞ ആഴ്ച വൺ ഡയറക്ഷനിലായിരുന്നു മൂവ്മെൻറ്റ്, അല്ലേ? താഴോട്ട് 1682 നിന്നോ 83 നിന്നോ താഴോട്ട് പോയി 2536 വരെ പോയിട്ട് ഏകദേശം 1500 മൂവ്മെൻറ്റ് താഴോട്ട് പോയി, ഡോളർ താഴോട്ട് പോയി. അതിനുശേഷം 2662 നിന്ന് 2715, ഓൾമോസ്റ്റ് $1500 മുകളിലോട്ട് പോയി ഗോൾഡ്.
ഓക്കെ, അപ്പോൾ വൺ ഡയറക്ഷണൽ മൂവ്മെൻ്റ് ആയിരിക്കും, വീക്ക്ലി ആയിരിക്കും മൂവ്മെൻറ്റ് വരിക, ഡെയിലി ആയിരിക്കത്തില്ല, വീക്ക്ലി ആയിരിക്കും മൂവ്മെൻറ്റ് വരിക. നമുക്കൊരു ലോങ് ടേമിലൊക്കെ അല്ലെങ്കിൽ ഒരു മിഡ് ടേം ഒരു വീക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ കച്ചവടം ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആഴ്ചകളാണ് അടുത്തൊരു 3 മാസം നമുക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു ന്യൂസ് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുക, US മാർക്കറ്റ് തുടങ്ങിയതിന് ശേഷം മാത്രം ഏത് ഡയറക്ഷനാണോ ആ ഡയറക്ഷനിൽ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഈ ആഴ്ചത്തെ പ്രത്യേകത, കഴിഞ്ഞ ആഴ്ചയാണെങ്കിലും അതിൻ്റെ മുന്നത്തെ ആഴ്ചയാണെങ്കിലും പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ ഇപ്പോൾ താഴോട്ട് പോയ കഴിഞ്ഞ ആഴ്ച താഴോട്ട് പോയ മാർക്കറ്റ് താഴോട്ട് തന്നെ പോയി, കഴിഞ്ഞ ആഴ്ച മുകളിലോട്ട് പോയ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോയി, കാരണം വേറെ ഫണ്ടമെൻ്റൽസ് ഒന്നും ഇല്ലായിരുന്നു, അല്ലേ? പക്ഷേ ഈ ആഴ്ച അങ്ങനല്ല. ഈ ആഴ്ച നമുക്ക് ഫണ്ടമെൻ്റൽ GDP വീക്കാണ് വരാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ടിട്ട് ബുധനാഴ്ചയാണ് GDP ന്യൂസ് വരുന്നത്. ഈ GDP ന്യൂസ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഏതാണോ ആ ഒരു ഡയറക്ഷനിൽ നമ്മളുടെ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് ആ ഒരു ഡയറക്ഷനിലാവാനാണ് കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ അപ് ട്രെൻഡാണ്, അല്ലെങ്കിൽ 2730 നിന്ന് മുകളിലോട്ട് പോയി ആ അപ് ട്രെൻഡ് ആണെങ്കിൽ ചിലപ്പോൾ അടുത്തൊരു 3 മാസത്തോളം മുകളിലോട്ടായിരിക്കും. ഇപ്പം 2780 ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ 2800 പോവാം, നമുക്കറിയില്ല, അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ബുധനാഴ്ച നമ്മൾ കംപ്ലീറ്റ്ലി മാറി നിൽക്കുക, മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അതിനുശേഷം ഡയറക്ഷൻ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പം നമ്മൾ ഫസ്റ്റിൽ നമ്മൾ JPYയിലോട്ട് വരുമ്പോൾ JPY നിൽക്കുന്നത് 154.744, കഴിഞ്ഞ ആഴ്ച ഓൾമോസ്റ്റ് 154 to 156, 154 ഈ റേഞ്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചിലപ്പോൾ ഇന്ന് രാത്രി, അല്ലെങ്കിൽ ഇന്ന് രാത്രി, ഇന്ത്യയിൽ നാളെ രാവിലെ ഇവിടുന്ന് ജംപ് സ്റ്റാർട്ട് ചെയ്ത് താഴോട്ട് പോയി 153 152.8 അങ്ങോട്ടൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ താഴോട്ട് നല്ലൊരു ജമ്പ് JPYയിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അങ്ങനെ വന്നാൽ 152 കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ല ബെറ്റർ ബൈ പോയിന്റ് ആണ്. ഓക്കെ, 151.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, 154.40 154.30 കിട്ടിയാലും നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതും ഒരു ബെറ്റർ ബൈ പോയിന്റ് തന്നെയാണ്. കാരണം 152 തന്നെ വരണം എന്ന് നമുക്കൊരു നിർബന്ധവും ഇല്ല, അല്ലേ? സോ നാളെ ഒരു ജംപ് ഡൗൺ സ്റ്റാർട്ടാണ് ഞാൻ നമ്മളുടെ JPYയിൽ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ യൂറോയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് JPYയിൽ ഉറപ്പായിട്ടും US മാർക്കറ്റ് തുടങ്ങുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. 152 കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ട്രേഡ് എടുത്ത് പോവാം എന്നുള്ളതാണ് JPYയിൽ മാത്രമുള്ളൊരു കാര്യം. ഓക്കെ, 152.50 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവാം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോപ്പ് ലോസ് നമ്മൾ 151.40 താഴെയായിട്ട് തന്നെ ഇടണം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. ഓക്കെ, യൂറോയിൽ നമ്മൾ നോക്കാൻ നേരത്ത് യൂറോയും നേരെ താഴോട്ട് തന്നെ ഒരു ജമ്പ് ഡൗൺ ആവാനാണ് യൂറോയിലും ചാൻസസ് ഉള്ളത്. ഓക്കെ, പക്ഷേ നമുക്ക് യൂറോയിൽ സത്യം പറഞ്ഞാൽ അൺസർട്ടനിറ്റിയാണ്. കാരണം ജർമ്മനിയിലെ ഗവൺമെൻറ് കൊളാപ്സ് ആയ ന്യൂസ് നമ്മൾ കേട്ടു, അല്ലേ? റഷ്യ ഉക്രൈൻ വാറിൻ്റെ സംഘർഷം, അതൊക്കെ കാരണം യൂറോ ഒരു അൺസർട്ടൺ സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബെറ്റർ യൂറോയിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ കാര്യം. കാരണം ഞാനൊന്ന് യൂറോയൊക്കെ തൊട്ടിട്ട് തന്നെ ഇപ്പോൾ കുറേ കാലമായി. നമുക്ക് നല്ലൊരു ബൈ പോയിന്റ് 1.0700 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ്, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, വെറുതെ നമ്മളുടെ കയ്യിലുള്ള പൈസ കളയുന്നത് എന്തിനാണ്, അല്ലേ? ഒരുപാട് വേറെ പ്രോഡക്റ്റുകളുണ്ടല്ലോ, അല്ലേ? നേരെ GBPയിലോട്ട് വരികയാണെങ്കിൽ GBPയിൽ മാത്രമാണ് ഒരു ഭയങ്കര വലിയൊരു ജമ്പ് അപ്പോ ജമ്പ് ഡൗണോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ചെറിയൊരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. 1.2529 ആണ് ഇപ്പം മാർക്കറ്റ് ഉള്ളത്. ഭയങ്കര നല്ലൊരു ബൈ പോയിന്റ് ആണ് ഇപ്പം കിട്ടുന്നത്. 1.2510 1.2520 ആ ലെവലിലോട്ടൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കൊണ്ട് കച്ചവടം ചെയ്യാമെന്നുള്ളതാണ് GBPയിൽ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. ഇപ്പം നല്ലൊരു പോയിന്റ് ഇപ്പം വേണമെങ്കിൽ നമുക്ക് US മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. GBP നമ്മൾ 1.2500 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് GBPയിൽ നമ്മൾ ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസ് ഇടണം. സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ്. 1.24
50 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് നമുക്ക് ചെയ്യാം. 2050 താഴെയായിട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2524 50 പോയി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം സ്റ്റോപ്പ് ലോസ് അടിച്ചു. അതിൻ്റെ താഴെയായിട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഓക്കെ, ശരി. ലാസ്റ്റ് നമുക്ക് ഗോൾഡ് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് ഞാൻ നേരത്തെ പറഞ്ഞു 1500 പിപ്പോളം മുകളിലോട്ട് വന്ന മാർക്കറ്റാണ്. ഇപ്പം നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 2715. ഓക്കെ, ചിലപ്പോൾ മാർക്കറ്റ് ജമ്പ് അപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത 2730 ആയിരിക്കാം ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് മാർക്കറ്റിന് എടുത്ത് ചാടാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം US മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ആവട്ടെ, അതിനുശേഷമായിരിക്കും ആക്ച്വൽ മാർക്കറ്റിൻ്റെ ഒരു 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 ദിശ, ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടുക. അതിനുശേഷം നമുക്ക് ഉറപ്പായിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ അല്ലേ. അപ്പം ഈ മാർക്കറ്റ് എവിടെയും പോകാനൊന്നും പോകുന്നില്ല. നമ്മൾ അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലോട്ടൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഒരു 0.1 ലോട്ടൊക്കെ വേണമെങ്കിൽ ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ കേട്ടോ, നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ഡയറക്ഷൻ അറിഞ്ഞതിന് ശേഷം മാത്രം മാർക്കറ്റിനെ സമീപിക്കുക എന്നുള്ളതാണ് ഒരു ബെറ്റർ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഡിസംബർ 15 കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങും. ഒരുപാട് ഹോളിഡേയ്സ് ഒക്കെ ഉണ്ടാവും. മാർക്കറ്റിലുള്ള വോളിയം ഭയങ്കര കുറവായിരിക്കും. ഒരു ന്യൂ ഇയർ കഴിഞ്ഞിട്ടൊരു ജാനുവരി 5 വരെ ഒക്കെ മാർക്കറ്റിൽ ഒരു 20 ദിവസം മാർക്കറ്റിൽ വോളിയം ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അടുത്തൊരു 3 ആഴ്ച നമുക്ക് ഭയങ്കരമായ നല്ല രീതിയിലൊരു ഡയറക്ഷൻ മൂവ്മെൻറ്റ് കിട്ടാം. കാരണം ഈ ഒരുപാട് അൺസർട്ടനിറ്റി നടക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് ചിലപ്പോൾ മുകളിലോട്ട് പോവാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, പക്ഷേ എന്നാലും നമ്മൾ നാളത്തെ മാർക്കറ്റ് ഡിസ്കഷൻ അല്ലെങ്കിൽ എന്താ പറയുക, US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഒരു സേഫ് സൈഡിൽ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, സോ ഇതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ള ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനകത്ത് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഡിസ്കഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. ക്ലാസ്സിന് ജോയിൻ ചെയ്യേണ്ട ആൾക്കാർ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന്, അല്ലെങ്കിൽ ഈ ഫോറക്സ് ട്രേഡിംഗ് താല്പര്യമുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, എന്താ പറയുക, നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആൾക്കാർ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്തോളാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയും ആണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് എന്തായാലും നാളെ നമുക്ക് കാണാം. ഓക്കെ, നാളെ നമുക്ക് മാർക്കറ്റ് ഡിസ്കഷൻ